ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഞാൻ ഇന്ന് ചാലക്കുടി പെരുന്നാളിന് പോവാണ്. സാധാരണ ഗെറ്റ് റെഡി വിത്ത് മീം അതുപോലെ എവിടേക്കെങ്കിലൊക്കെ പോണത് ഞാൻ ഷോർട്സ് ആയിട്ടാണല്ലോ ഇടാറുള്ളത്. അപ്പൊ ഇന്ന് വിചാരിച്ചു ഇന്നത്തെ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്യണില്ല. ജസ്റ്റ് സിറം ഇട്ടുണ്ട്, ഇനി മോയ്സ്ചറൈസർ തേക്കണം, കണ്ണെഴുതാൻ വേണമെങ്കിൽ പെരിങ്ങനെ ഒന്ന് ഫില്ല് ചെയ്യാൻ പൊട്ടോടാം. ലിപ്സ്റ്റിക്ക് ഞാൻ ചെറുതായിട്ട് ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലിപ് ലൈനർ ഇട്ട് ലിപ്സ്റ്റിക്ക് ഇടാം. എന്നിട്ട് നമുക്ക് പ്രശാന്താണ്ട് ഞാനും കൂടിയിട്ട് ചാലക്കുടി പെരുന്നാൾ കാണാൻ പോവാണ്. പിന്നെ കുട്ടികളെയും കൊണ്ടാണ് ചാലക്കുടി പെരുന്നാളിന് പോണേ. പക്ഷെ ഇന്ന് എൻ്റെ നാത്തൂനും അങ്ങളെയും കാറിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ കാറിൽ പിള്ളേരെ എടുത്തിട്ട് പോയി. ഇനി പെരുന്നാളിന് നീ അങ്ങടല്ലേ വരണേ, അവിടെ നിന്ന് പിള്ളേരെയും കൂട്ടിയിട്ട് പോന്നാൽ മതി എന്നാണ് ഓർഡർ. അപ്പൊ നമ്മൾ പെരുന്നാളിന് അങ്ങോട്ട് ചെല്ലും, അവരും പോട്ടേന്ന് പെരുന്നാളിന് അങ്ങോട്ട് പോകും. ചാലക്കുടി പെരുന്നാൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വൻ ആഘോഷമാണ്. എൻ്റെ അച്ഛൻ്റെ കട ചാലക്കുടിയാണ്. ഞങ്ങൾ പഠിച്ചതും വളർന്നതൊക്കെ ചാലക്കുടിയിലാണ്. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ പോകാറുള്ള ചാലക്കുടി. ഇപ്പൊ നമ്മൾ കൊടകര പോവും, എന്നാലും ചാലക്കുടി എപ്പോഴും ഫേവറേറ്റ് ആണ്. അപ്പം ചാലക്കുടി പെരുന്നാൾ എന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിലെ ഉത്സവം പോലെയാണ്. അതെനിക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു പരിപാടിയാണ്. അപ്പൊ എന്തായാലും പോണം, ഞാൻ പ്രശാന്തനോട് പറഞ്ഞേ. അപ്പൊ നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവം ആവാറായ കാര്യം കൊണ്ട് പ്രശാന്തേട്ടൻ അതിന്റെ കുറച്ച് തിരക്കുകളിലൊക്കെയാണ്. പിടിച്ചു കൊണ്ടുപോകണമെന്ന് പ്രശാന്തനെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇന്ന് റെഡി ആയിട്ട് ചാലക്കുടി പെരുന്നാളിന് പോവാം. അപ്പൊ നമുക്ക് റെഡി ആവാം. ഞാനൊരു ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. ഇന്ന ലിപ്സ്റ്റിക് ഒന്നുമില്ല, എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഏതാണോ അതങ്ങോട്ട് ഇടും. ലിപ്സ്റ്റിക്ക് ഇപ്പൊ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിന്റെ ആണ്. മിസ് ക്ലെയർ. ഓക്കെ, ഈ ലിപ്സ്റ്റിക് ആണ്. അപ്പം ലിപ്സ്റ്റിക് ഇട്ടു. ഇനി എൻ്റെ മെയിൻ പരിപാടി പിരികൻ ഫില്ല് ചെയ്യണം. പിരികൻ ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഐബ്രോ പെൻസിലാണ് എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നാറുള്ളത്. അത് ഐബ്രോ പെൻസിൽ കൊണ്ടൊന്ന് അടിഭാഗവും മൂലത്തി സൈഡ് ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. പാലറ്റ് എടുത്തിട്ടേ അതിലത്തെ ഒരു ഗ്രേ കളർ ഉണ്ട്, അതായത് ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്. അതിൽ ഗ്രേ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. ആവശ്യത്തിന് ഒരു ഇത്തിരി ബ്രൗൺ ആണ് ഞാൻ മറ്റേതിൽ ചെയ്യണേ. ഇതിലിത്തിരി ഗ്രേയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതിലെ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കും. ഐബ്രോ ഫില്ല് ചെയ്യണ പരിപാടി കഴിഞ്ഞു. കോയ്സ് കഴിഞ്ഞു. സിമ്പിൾ മേക്കപ്പ് എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു മിനിറ്റ്. എനിക്ക് പൊട്ട് തൊട്ടില്ലെങ്കിൽ അതങ്ങോട്ട് കംപ്ലീറ്റ് ആയി. ഇന്നത്തെ ഈ ലുക്കിൽ പൊട്ട് തൊടാണ്ട് പോയാലോ? പക്ഷെ എനിക്ക് പൊട്ടില്ലെങ്കിൽ ഒരു കംഫർട്ടല്ല. ഷോ എൻ്റെ മുടിയൊക്കെ ഇരിക്കുന്ന കോലം നോക്കി ഞാൻ മൊത്തം വട്ടൊക്കെ ഇട്ട് കെട്ടി വെച്ചേക്കാം മുകളിൽ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം മുടി ഒതുക്കി കെട്ടിയിട്ടുണ്ട്. പൊട്ട് തൊടണ്ടേ? പൊട്ട് തൊടണ്ടേ? ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് ഞാൻ മരം റിസോർട്ടിൽ പോയപ്പോൾ ഇട്ടേ ടോപ്പാണ്. അതിൻ്റെ ഈ സംഭവം റെഡാണ് ഇട്ടുണ്ടായി, അത് മാറ്റി യെല്ലോ ആക്കി. പുതിയ ഡ്രസ്സ് പോലെ ആയില്ലേ? ബുദ്ധി വെച്ച് നമ്മൾ ചെയ്യണതാണ് കേട്ടോ. കമ്മലിടണം. കമ്മൽ ഏതാടാ നോക്കട്ടെ. അതിന് മുമ്പ് അവിടെ ഐ മേക്കപ്പൊക്കെ ചെയ്ത് വയ്ക്കാം. കണ്ണെഴുതി കൊടുക്കാം. ഞാൻ കണ്ണെപ്പോഴും എഴുതാറില്ല, ഇതുപോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോഴേ എഴുതാറുള്ളൂ. അതും അടിയിൽ നന്നായി കറുപ്പിച്ചെഴുതൂട്ടാ. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് കാണിക്കാം. കണ്ണിൻ്റെ അടിഭാഗം നന്നായിട്ട് അങ്ങോട്ട് എഴുതി. കുറച്ച് കൂടുതലായോ എന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഐ ഷാഡോ ഇടാം. ഞാൻ കുറേ കാലങ്ങളായി ഐ ഷാഡോ ഇട്ടിട്ട്. അതായത് മുംബൈയിലത്തെ കല്യാണത്തിന് പോയപ്പോൾ എനിക്ക് പ്രിയ ഐ ഷാഡോ ഇട്ട് തന്നപ്പോഴാണ് എനിക്ക് ഓക്കെ എന്ന് തോന്നിയത്. അപ്പോൾ എനിക്ക് ഇത്തിരി ഐ ഷാഡോ എടുത്തിടാം. ഒരു മോഹം അതിട്ടിട്ട് നമുക്ക് കണ്ണിൻ്റെ പീല നമ്മുടെ എന്താ പറയുക ഇമ ശരിയാക്കാം. അത് കഴിഞ്ഞാൽ ഐ മേക്കപ്പ് കഴിഞ്ഞ് പൊട്ടോട കുങ്കുമത്തോട കമ്മലിട പോവാം. അപ്പോൾ അതേ എൻ്റെ ഐടെക്സിൻ്റെ പൊട്ട് കണ്ട, ഈ പൊട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. എല്ലാവരും മാറ്റിപ്പിടി എന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് മാറ്റിപ്പിടിക്ക് ഇഷ്ടമില്ല. ആ പൊട്ട് തൊടാണ്ട് ഇന്ന് വലിയ പ്രശ്നം തോന്നുന്നു. പക്ഷെ പൊട്ട് തൊടണം. പൊട്ട് തൊട്ടു. ഇനി നമുക്കൊന്ന്
ചൂടാം. എനിക്കറിയുന്നില്ല കേട്ടോ ഇതൊന്നും. ഫ്രീയൊക്കെ ആണെങ്കിൽ ഈ പരിപാടിയൊക്കെ നന്നായിട്ട് അറിയാം. തിരി എന്തിട്ട് ഇട്ടു, തിരി ഇട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതുകൊണ്ടൊരു വാലിൻ്റെ അവിടെ ഒന്ന് ഒതുക്കി കൊടുക്കട്ടെ. അതായത് ഇവിടെ ഉണ്ടല്ലോ ആ കോർണർ ഒന്ന് രണ്ട് കണ്ണിൻ്റെ മുകളും താഴെയായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കട്ടെ. ഒരു ബന്ധമില്ലാണ്ട് നിൽക്കണം. ഓക്കെ, സൈഡ് ഉണ്ടല്ലോ, സൈഡ് അറ്റം ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ ആ മുകളിൽ എഴുതുന്നില്ല. ഇനി നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാര ഞാൻ ഇടാറില്ല. അത് ഇപ്പം തുടങ്ങിയ പരിപാടി. അതൊക്കെ ഒരുപാട് കണ്ണിൻ്റെ ഇല്ല എനിക്ക്. കണ്ണിനി മണികളെ മിന്നിച്ചിരി പോലെ എൻ്റെ മനസ്സാകെ. കണ്ണിനി മണികളെ മിന്നിച്ചിരി പോലെ. കമ്മൽ എതിർണം, വെറുതെ റിങ് ഇടണോ ഈ മണി ഇടണോ? ഈ മണി ഇട്ടാലോ? കുട്ട് അല്ലല്ലേ, ഞാനിത് കൊടകര ഷഷ്ടിക്ക് വാങ്ങിച്ച കമ്മല. സൂപ്പർ അല്ലേ? അപ്പം ഇന്ന് ഞാൻ ഈ ഒരു കമ്മലാടുണ്ട്. ഓക്കെ, ഇത് കൊടകര ഷഷ്ടിക്ക് വാങ്ങിച്ചതാ. 30, 40, 50 അതിനുള്ളിൽ വാങ്ങിച്ചതാ. കൊടകര ഷഷ്ടി പോലെ തന്നെ ചാലക്കുടി പെരുന്നാളിനും ഇതുപോലെ കമ്മലുകൾ പറയുന്ന പേശി വാങ്ങാം. പേശി മീൻസ് ഇതെടുത്താൽ 40, ഇതെടുത്താൽ 50 ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാട്ടെ നമുക്ക്. ഞാൻ ഇന്ന് അതൊക്കെ കവർ ചെയ്യാന്ന് വെച്ചിട്ടാ. ചാലക്കുടി പെരുന്നാൾ, അവിടെ കിട്ടുന്ന ഫുഡുകൾ, പിന്നെ അവിടെ ഈ കമ്മൽ സംഭവങ്ങളൊക്കെ വെറൈറ്റി കിട്ടും. ഞാൻ അങ്ങനെയുള്ള സമയത്താണ് കമ്മലുകൾ വാങ്ങിച്ചു വെക്കുക. അല്ലാതെ ഒരു പരിപാടി വരുമ്പോൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങാനൊക്കെ കുറവാണ്. കമ്മലുകൾ ഇങ്ങനത്തെ ഒരു സമയമൊക്കെ വരുമ്പോൾ കമ്മലുകൾ വാങ്ങിച്ചു വെക്കും. അപ്പം നമുക്ക് മുടി ഒന്ന് അയൺ ചെയ്താലോ? മുടി ഒന്ന് അയൺ ചെയ്യണമെങ്കിൽ പ്രശാന്തേട്ടൻ ചെയ്തപ്പോൾ ഒരു അക്കിടി പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ ഈ അയൺ ചെയ്യണ സംഭവം ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ പ്രശാന്തേട്ടൻ ഞങ്ങളുടെ മേക്കപ്പ് ടേബിളിൻ്റെ അവിടെ ഒരു ഇത് വെച്ചില്ല, എന്ത് ഇത് കുത്തണ സാധനം വെച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്നാണ് ഞാൻ അയൺ ചെയ്യുന്നത്. ഈ സാധനം ഫിലിപ്സിൻ്റെ ആണ്. നമുക്ക് കൊളാബും കാര്യങ്ങളൊക്കെ കിട്ടണതിന് മുമ്പേ ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. യൂസ് ചെയ്യൽ വളരെ കുറവാണ്. പിന്നെ നമുക്ക് മേക്ക് മീ ബോൾഡിൻ്റെ 3-in-1 കിട്ടിയില്ലേ, മറ്റേ ഹോട്ട് എയർ ബ്രഷ്. ഞാനങ്ങനെ കറക്റ്റായിട്ട് നല്ലതായിട്ട് ചെയ്യണേ. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ട് ഇതിൽ ഒരുപാട് തെറ്റുകളുണ്ടാവും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. കണ്ടോ, ഈ സൈഡ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഈ താഴെ മാത്രം ചുരുണ്ടി അടക്കാൻ വേണ്ടി ഞാനത് ഒരു ബണ്ണെടുത്ത് കെട്ടി വയ്ക്കും അടിഭാഗം. ഇപ്പം ഈ സൈഡ് സ്ട്രൈറ്റും ഈ സൈഡ് സ്ട്രൈറ്റും കേളും അല്ലാത്തൊരു രീതിയിലിരിക്കല്ലേ. ഈ സൈഡ് കൂടി സെറ്റായി അത് തന്നെ നന്നായിട്ട് ഈരി ചട തീർക്കുക. നന്നായിട്ട് ഈരി ചട തീർത്ത് കഴിഞ്ഞിട്ട് ഇത് വെച്ചൊന്ന് ഇങ്ങനെ ചെയ്യുക. ഒറ്റ പ്രാവശ്യം ചെയ്താലും മതി. നമ്മൾ തലയ്ക്കത്ര നല്ലതൊന്നുമില്ല. എന്നാലും കാലം മാറുമ്പോൾ നമ്മളും മാറണ്ടേ വിചാരിച്ചിട്ട് എല്ലാ ദിവസവും എല്ലാവരും പറയാണ് ഹെയർ സ്റ്റൈല് മാറ്റൂ ചേച്ചി, ഹെയർ സ്റ്റൈല് മാറ്റൂ. എന്നാൽ പിന്നെ മാറ്റാന്ന് വിചാരിച്ചു ഞാൻ. ഷിറ്റ്, എന്താ നിങ്ങളുടെ കൊണ്ടിരിക്കണേ? നമ്മൾ ചെയ്തത് ഇങ്ങോട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഞാനിങ്ങനെ ഹീറ്റ് ചെയ്തൊന്നും ഇടില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ഗെറ്റ് റെഡി പോലൊരു വീഡിയോ എടുക്കണോണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഹീറ്റ് ചെയ്യാന്ന് വെച്ചാൽ. ഈ ഹീറ്റ് ചെയ്യുന്ന മുടിക്ക് വളരെ പൊട്ടയാണ്. നിങ്ങളുടെ മുടി നല്ല രീതിയിൽ കിടക്കണമെങ്കിൽ പിന്നെ ഹീറ്റ് ചെയ്യൊന്നും വേണ്ട.
സത്യം പറഞ്ഞാൽ ബോംബെയിലത്തെ പരിപാടിക്ക് പോയപ്പോൾ ഞാൻ ഹീറ്ററൊന്നും കൊണ്ടുപോയില്ല, ചെയ്തൂല. പിന്നെ ഇവിടെ എനിക്കൊരു ഷൂട്ട് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഹീറ്ററൊന്ന് ഇത്ര ദിവസമായിട്ട് സ്ട്രെയിറ്റ്നർ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയത്. ഇപ്പം എങ്ങനെയുണ്ട്? സ്ട്രെയിറ്റ് ആയില്ലേ മുടി? അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഇപ്പം നമ്മുടെ മുടി നല്ല നീട്ടം വെച്ചില്ലേ, നോക്കി നീട്ടം വെച്ച പോലെ കിടക്കണണ്ട. അത് സ്ട്രെയിറ്റ് ചെയ്തിടുമ്പോൾ അങ്ങനെയാണ് നല്ലോണം ലെങ്ത്ത് തോന്നും. തിരി കഴിയുമ്പോൾ ഇത്രയും സ്ട്രെയിറ്റ് ഒന്നും കിടക്കില്ല, എന്നാലും ചെറിയൊരു കേളിയായിട്ടാണെങ്കിലും കുറച്ച് നല്ലൊരു ലുക്കിൽ കിടക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ പോവാനായിട്ടൊന്ന് ഒതുങ്ങി കിടക്കാൻ വേണ്ടി മാത്രം ഒന്ന് സെറ്റാക്കിയിട്ട് തോന്നുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് കണ്ടോ? ഇതാണ് ഇപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ലുക്ക്. ഇത് ഞാൻ ഇനി എന്ത് ചെയ്യുന്നറിയോ? കാണിച്ചു തരാം. ഞാനൊരു നേരുമല്ല ചെരിച്ചല്ലാത്തൊരു വകച്ചിൽ അങ്ങോട്ട് എടുക്കും. ഇതെടുത്തില്ലേ? എന്നിട്ട് ഇങ്ങനെ മുടി അങ്ങോട്ട് പിടിച്ച് അടിഭാഗം മാത്രം ഇങ്ങനെ ചുരുട്ടിയതേ, ഇങ്ങനെ അടിഭാഗം മാത്രം ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇടും. എന്തിനാന്ന് വെച്ചാൽ അടിയിലൊരു ചെറിയ കേൾ എനിക്കിഷ്ടമാണ്. അതുമ്മ കേൾ ചെയ്തെടുക്കാൻ എനിക്ക് അത്ര അങ്ങോട്ട് വശമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ കെട്ടിയിട്ട് കേളായിക്കോളും. ഇനി ഞാനേ എൻ്റെ കുങ്കുമം ചെറുതായിട്ടൊന്നും തൊടട്ടെ കേട്ടോ. ഈ കുങ്കുമം പൊട്ടൊക്കെ ഈ ഡ്രസ്സിന് ചേരില്ല എനിക്കറിയാം. പതുക്കെ പതുക്കെ നമുക്ക് ചേഞ്ച് ആക്കാൻ നോക്കാം. എനിക്ക് പറ്റണില്ല. ഒരു ഇത്തിരിയെങ്കിലും അതവിടെ വേണം. ഓക്കെ, സെറ്റ്. ഞാൻ റെഡിയാണ്. ഇനി പ്രശാന്താണ് വിളിക്കണം. പിന്നെ വാച്ച് ഇതൊന്നും കിട്ടിയില്ല. ഇത് ഞാൻ മിക്കപ്പോഴും ഇതെനിക്ക് ഇഷ്ടമാണ് ഇടാൻ. കണ്ടോ, നോക്കൂ, ഈ വിളയി പോലത്തെ ഒരു സംഭവം, കുറച്ച് സിയാൻ കളറിലുള്ള കല്ല്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കളറ്, ഈ കളറിൽ കല്ല്. അപ്പം ഇത് ആണ് ഒരു കൈമ പെയർ ചെയ്യണേ കേട്ടോ. കണ്ടില്ലേ? ഇതാണ് ഒരു കയ്യിൽ പെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് വാച്ചും കൂടി ഇടാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു മെറ്റൽ ടൈപ്പാണ്. കളർ ഇല്ല എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിച്ചത്. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? സ്റ്റൈലല്ലേ ഇത്? എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലെ തൊങ്ങലൊക്കെയുള്ള സാധനം. കുറേ കിടക്കുന്നതല്ല, എന്നാലും ഇങ്ങനെയൊക്കെ കിടക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അടിപൊളിയല്ലേ? നമുക്ക് വാച്ച് എനിക്ക് ഈ വാച്ച് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് പ്രശാന്തേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടം ഈ വാച്ച്. ഇത് ഒന്ന് ഓടാണ്ടായിട്ടും ഞാൻ അത് നന്നാക്കി എടുത്തു, പുതിയത് വാങ്ങാണ്ട്. ഇതാണ് എൻ്റെ വാച്ച്. ഇതാണ് എൻ്റെ ഒരു കയ്യിലത്തെ സംഭവം. ഇതാണ് അപ്പം ഇന്ന് നമ്മൾ പെയർ ചെയ്യണേ. വേറെ ഒന്നുമില്ല, മാല നമ്മുടെ മാല തന്നെ, കമ്മല തന്നെ. അപ്പം ഇനി പ്രശാന്തേട്ടൻ വന്നിട്ട് ഇറങ്ങുമ്പോൾ കാണാം. ബാഗ് നമ്മുടെ സാധാ ബാഗ് തന്നെ, സാധാ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ബാഗ്. ഇതിൻ്റെ വൈറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. രണ്ടും മാക്സിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതാണ് അപ്പം നമ്മുടെ ബാഗ്. കഴിഞ്ഞു എൻ്റെ ലുക്ക് കംപ്ലീറ്റഡ്. ഇതാ ഈ ഒരു ഗേൾസാണ് ഞാൻ പറഞ്ഞത്, ചെറിയൊരു ഗേൾസ് അടിയിൽ. അപ്പം എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയൂ. എനിക്ക് ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ഹെയർ ആണോ ചേരണേ, കേളി ആണോ ചേരണേ, നിങ്ങൾ പറയൂ. എൻ്റെ അഭിപ്രായത്തിൽ വലിയ പ്രശ്നം തോന്നുന്നില്ല. കേളി ആകുമ്പോൾ ഇത്രയോടെയും മണ്ണുള്ള പോലെ തോന്നും. സ്ട്രെയിറ്റ് ഹെയർ ആകുമ്പോൾ ഭയങ്കര ക്ഷീണിച്ച പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ ഇനി പ്രശാന്ത് തന്നെ വിളിക്കട്ടെ ചേട്ടാ. പോകാൻ റെഡി ആയില്ലേ? ചേട്ടൻ വന്നാൽ പോകാലോ. എങ്ങനെയുണ്ട് എൻ്റെ ഫുൾ ലുക്ക്? പ്രശാന്തായിട്ട് എത്തിയിട്ടില്ല. അപ്പം അപ്പോഴത്തേക്കും നിങ്ങളെ എൻ്റെ ഡ്രസ്സിൻ്റെ ഫുൾ ലുക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഡെനിമിൻ്റെ സംഭവം നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട് മരം റിസോർട്ടിലേക്ക്. പക്ഷേ ഈ യെല്ലോ റെഡായിരുന്നു. യെല്ലോയുടെ കൂടെയാണ് ആ റെഡിൻ്റെ ഒപ്പാണോ ഭംഗിയില്ലേ എന്ന് പറയും. എനിക്ക് യെല്ലോയുടെ കൂടെ സത്യത്തിൽ ഇഷ്ടമായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഫുൾ ലുക്ക്. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. എങ്ങനെയുണ്ട്? പിന്നെ നമ്മൾ രാത്രിയാണ് ചാലക്കുടി പെരുന്നാളിന് പോകാറുള്ളത്. രാത്രിയാണ് മെയിനായിട്ടുള്ള പരിപാടികളുള്ളത്. ഇന്ന് സൺഡേ നൈറ്റാണ്. സൺഡേയും മൺഡേ ആണ് മെയിനായിട്ടുള്ള പരിപാടിയുള്ളത്. മൺഡേ പിള്ളേർക്ക് മുടക്കാണ്, ലോക്കൽ ഹോളിഡേ ആണ്. ചാലക്കുടിക്കാർക്ക് മുടക്കാണ്.
അപ്പം രാത്രി അവിടെ ഡോഗ് ഷോ ഉണ്ട്, ഫ്ലവർ ഷോ ഉണ്ട്, കുറേ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്. തുള്ളി തുള്ളി തന്നെ നടക്കാം. നമുക്ക് ചാലക്കുടി എത്തണ്ട, പോട്ട IBGM തൊട്ട് ചാലക്കുടി വരെ തുള്ളി 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 നടക്കാം. അങ്ങനെയാണ്. പിന്നെ വണ്ടികൾ പോകുന്നില്ല, നടക്കന്നെ വേണം. അപ്പൊ നമുക്ക് ആസ്വദിച്ച് തുള്ളി അങ്ങോട്ട് നടക്കണം. അങ്ങനെയാണ്. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് വീഡിയോ എടുത്ത് കാണിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഞാൻ അതിലങ്ങോട്ട് എൻജോയ് ചെയ്ത് പോയി കഴിയുമ്പോൾ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ. കഴിഞ്ഞ തവണ വരെ നമുക്ക് ഈ പരിപാടി ഇല്ലല്ലോ. ഈ കൊല്ലം തൊട്ടല്ലേ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയേ. അപ്പൊ എന്തായാലും നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ, എനിക്ക് തോന്നുന്നുണ്ടോ? ഉത്സവം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഉത്സവം വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ചാലക്കുടി പെരുന്നാൾ എന്തോ കുഞ്ഞിതിലേ തൊട്ട് പോയി അതിന് കല്യാണം കഴിഞ്ഞിട്ടും കഴിഞ്ഞ കൊല്ലം പോയില്ല. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ അന്നായിരുന്നു, എൻ്റെ പിറന്നാളിന്റെ അന്നായിരുന്നു അവിടെ പരിപാടി. അപ്പൊ പോകാൻ പറ്റിയില്ല. ഇക്കൊല്ലം അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇക്കൊല്ലം എന്തായാലും പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പ്രശാന്തേട്ടൻ വന്ന് റെഡി കഴിഞ്ഞിട്ട് ഇറങ്ങാം, അടിച്ച് പൊളിക്കാം. നൈറ്റാണ്. നൈറ്റിത്തെ വൈബൊന്ന് വേറെ തന്നെയാണ്. പകലിപ്പോൾ എനിക്ക് എന്തോ പകല് പോകാൻ വലിയ താല്പര്യമില്ല, നല്ല ചൂട് നോക്കിയല്ലേ. പക്ഷെ നൈറ്റ് ഒരു വേറെ വൈബല്ലേ. അത് നമുക്ക് പോവാം. നിങ്ങളെയും കൊണ്ടുപോകണ്ട് ഞാൻ കൊല്ലം. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാട്ടാ. ചാലക്കുടി പെരുന്നാൾ ഒട്ടുമിക്ക ചാലക്കുടിക്കാർക്ക് ഏകദേശം അറിയായിരിക്കും, അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ കാണുന്നവരില്. അപ്പം നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയും, നിങ്ങളുടെ ഭാഗത്ത് അങ്ങനത്തെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പറയും. നമ്മുടെ കൊടകര ഷഷ്ടി ചാലക്കുടി പെരുന്നാൾ ഞങ്ങളുടെ 2 പേരുടെയും അമ്പലത്തിലെ എൻ്റെ ശിവൻ്റെ അമ്പലത്തിലും ഇവിടുത്തെ ശിവൻ്റെ അമ്പലത്തിലും ഉത്സവം. ഇതാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ആഘോഷിക്കുന്ന ഒരു പരിപാടി. പിന്നെ നമ്മുടെ കസിൻസിൻ്റെ മാരേജൊക്കെ വരണം അല്ലേ, ആഘോഷങ്ങൾ വരണമെങ്കിൽ. അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഞങ്ങൾ എല്ലാ കൊല്ലം പോകാറുള്ളതാണ്. കഴിഞ്ഞ കൊല്ലം പറ്റിയില്ല. കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ പോകാറ് ശ്രമിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ചാലക്കുടി പെരുന്നാളിന് പോവാം. അപ്പൊ നമ്മൾ എങ്ങടാ പോണ പ്രശ്നട്ടാ? ചാലക്കുടി പെരുന്നാളിന് പോവാണ്. ഞങ്ങൾ പോവാണ് മക്കളെ. ഞാനും പ്രശാന്തനും ഇവിടെ നിന്നും പിള്ളേര് പോട്ടേന്നും കയറൂട്ടാ. അപ്പൊ നമ്മൾ പോവാണ്. തോട്ടക്കാരിറങ്ങിയൊന്നൊന്ന് വിളിച്ചു നോക്കണം. പിള്ളേര് പോട്ടേന്ന് അമ്മാമ്മന്റെ അമ്മായിയുടെയും കൂടെ പോരുന്നുണ്ട്. ഇന്ന് അവര് വന്നിട്ടുണ്ടായില്ല. അച്ഛനും അമ്മയും കൂടി പോരാന്ന് പറഞ്ഞിട്ട്, അല്ല അച്ഛൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞേ. അപ്പൊ അമ്മേനെയും കൂട്ടി അവര് 2 പേരും കൂടി പോന്നു. അമ്മായി കാർ ഓടിക്കണു, ജാനു കേറിയിരുന്നു, ജംഷയും കേറിയിരുന്നു, പോയി. ഇനിയിപ്പോ എന്തായാലും പെരുന്നാളിന് അങ്ങോട്ട് വരുമല്ലോ, അപ്പൊ ഒരുമിച്ച് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു. പെരുന്നാളിന്റെ ആഘോഷം ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാൻ തോന്നുന്നുണ്ട്. ഇനി ഓരോ വീടുകളിലും മറ്റേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ലേ, ഓരോ പിന്നെ മറ്റേ 2 ഇപ്പൊ സെന്റ് ജെയിംസ് തറയില്ലേ. നമ്മുടെ ചാലക്കുടി എത്തി മക്കളെ. ചാലക്കുടി ഞങ്ങളുടെ ചാലക്കുടി. പോട്ട മാത്രം എന്റെ പറയും ഞാൻ. ചാലക്കുടി നമ്മുടെ ആയിക്കോട്ടെ. ആ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അവിടെ വരെ പോയില്ലേ ചേട്ടാ? എവിടെങ്കിലും ഒതുക്കാനുള്ള സ്പേസ് നോക്കിക്കോ. ഇവിടെ നോട്ട് അങ്ങോട്ട് എവിടെ വരെ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് ഫുള്ള് ആൾക്കാർ നടക്കലും വണ്ടി കുത്തിത്തിരികെ കൊണ്ടുപോകലും ഫുള്ള് തിരക്കരിയും. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്പേസ് കിട്ടാണ്ട് ഞങ്ങള് ആനമല IBGM റോഡില് അവിടെ കയറി സ്പേസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് ചാലക്കുടി പെരുന്നാളിൻ്റെ പറമ്പ് വരെ നടക്കണം, അങ്ങോട്ട് ഫുള്ള് നടക്കണം. അപ്പോൾ നമ്മുടെ പെരുന്നാൾ വൈബ് തുടങ്ങാണ് മക്കളെ. നമ്മുടെ പെരുന്നാൾ തുടങ്ങാണ്. നമ്മുടെ സ്ട്രെയിറ്റ് ചെയ്തൊക്കെ പോയി എൻ്റെ അടിയിൽ കേള് കുഴപ്പമില്ല. ഈ സ്റ്റൈലാണ് എനിക്കിഷ്ടം. അപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നടക്കാം. ഇനി നടന്ന് നാളെ കാല് അനക്കാൻ പറ്റാത്ത പോലെ നടക്കേണ്ടി വരും ഇന്ന്. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ കാണാൻ നോക്കാം. അപ്പോൾ നമുക്ക് നടക്കാം, അടിച്ചു പൊളിക്കുക, എന്തൊക്കെ വാങ്ങാൻ പറ്റുമെന്ന് നോക്കാം.
ഞങ്ങള് നടക്കാണ്, അങ്ങോട്ട് നടക്കാണ്. നടന്ന് പള്ളിയുടെ അവിടെ വരെ ആണേ. ജാനും നംശും അമ്മയൊക്കെ ഇപ്പോൾ വരും, കോട്ടയിൽ നിന്ന് വരും. ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇതൊരു തിരക്കുണ്ട്, എന്തൊക്കെ വാങ്ങാൻ പറ്റും നോക്കാം. അവരിപ്പോ എത്തും. അമ്മ വണ്ടിമേ 2 വീലർമേ പറഞ്ഞ. അയ്യോ ഞങ്ങളെത്തി ആനമലെത്തി. ആനമലയല്ലേ? അതെ, ആനമലെത്തി. ഇത് മാത്രമാണോ തിരക്കുള്ളൂ? ഇവർക്ക് തിരക്കില്ലേ? നടക്കൂ. അടിപൊളി പരിപാടികളെ ഞാൻ അങ്ങോട്ട് ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെടിക്കെട്ടിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എവിടെയാണോ എന്തോ. ഞാനും നംശുവും അമ്മയും ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. അമ്മ വിളിച്ചപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടെന്ന് പറഞ്ഞു. അവരും കൂടി കൂട്ടാൻ എത്തിപ്പോയേ. യോ മുണ്ടിക്ക് ചാടാ. ജാനു അച്ഛൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് ആ അച്ഛനാണ്ട അങ്ങനെയാ. ഞങ്ങള് പൊളിക്കാൻ പോവാ മക്കളെ, പൊളിക്കാൻ പോവാ. ഞങ്ങളെ വണ്ടിട്ട് എന്താ വിജയ റോഡിൽ അങ്ങോട്ട് കയറ്റിട്ടാ. 2 വീലർ ഇവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ബജ്ജി കഴിക്കണം, ഐസ്ക്രീം ഓപ്ഷണലാണ്. ബജ്ജിയൊക്കെ കഴിക്കാം. നാളെ വയറിളക്കി കിടക്കാം. കൊടകര ശശിയുടെ പോലെ ചുമ പിടിച്ച് കിടക്കണ്ട. അത്ര സുഖമുള്ള പരിപാടിയല്ല. മറ്റന്നാ ക്ലാസ് ഉണ്ട്. ജാനു യോ വേടിക്കാം. അച്ഛൻ വാങ്ങൂലോ. കളിക്കണതല്ല, കഴിക്കണത്. എനിക്ക് വലിയ ഇഷ്ടം. എനിക്കിപ്പോ വേണ്ട. ആ കറക്റ്റ് നമ്മള് 2 ഒരേ സമയത്ത് എത്തി. അവന്റെ ഭാഗ്യത്തിന്റെ ട്രൗസറുകളുണ്ടല്ലോ. പറഞ്ഞു അങ്ങനെ നമ്മള് കറക്റ്റ് ചാലക്കുടി സെന്റർ എത്തി. ഓരോരോ സ്ഥലത്ത് ഓരോരോ പന്തലുകളുണ്ട് കേട്ടാ. ഇവിടെ എന്തോ പരിപാടികളും ഉണ്ട്. അവിടേക്ക് അങ്ങോട്ടും കുറെ പരിപാടികളുണ്ട്, ഇവിടെ ഒന്ന് അങ്ങോട്ടും കുറെ പരിപാടികളുണ്ട്. ഞങ്ങൾ ഈ റൂട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു. ഈ റൂട്ട് പോയിട്ട് ഇവിടത്തെ സ്റ്റേജിൽ എന്തൊക്കെ പരിപാടി ഉണ്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. അവിടെ നിന്ന് ഒച്ചേക്കുണ്ട്. തിരക്കാവണോളൂ. നമ്മള് നേരത്തെയാ ഇവിടെയായിരുന്നു ഫസ്റ്റ് ഞാൻ ജോലി ചെയ്ത മുത്തൂറ്റ്. ഇപ്പം ഇല്ലേ അത്. യെസ്, കൊണ്ടാട്ടം മുരുകനക്ക് കൊണ്ടാട്ടം. ഈ പാട്ടൊക്കെ ഇട്ട് എനിക്ക് ഫാസ്റ്റ് ആക്കി ഇടേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഫുള്ള് കോപ്പിറൈറ്റ് അടിക്കില്ലേ. നിങ്ങളെ വല്ല പരിപാടിയും കാണിക്കാൻ പറ്റുമോ? എല്ലാം കോപ്പിറൈറ്റ് അടിക്കും. ഈ യൂട്യൂബുകാരുടെ പ്രശ്നം അതാണ്. പാട്ടുകൾ ഇട്ടപ്പോൾ കോപ്പി അടിക്കും. എങ്ങനെ ഞാൻ വല്ല പ്രോഗ്രാമും കാണിക്കാം? സ്പീഡിലിട്ട് കാണിക്കാം. കപ്പലണ്ടി
പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വളരെ മനോഹരമായ ഒരു ഫാസ്റ്റുള്ള ഹിന്ദി ഗാനമാണ്. ഗാനം വരുന്ന പ്രിയ ഗായിക ശ്രീകുമാർ റൈബർ. തുഷാറല്ലേ ചിരിയൊക്കെ ഞാൻ കാണുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു കൈയടി നോക്കണം പറഞ്ഞു. നിങ്ങളുടെ ഈ കൈയടിയാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഒരു എനർജി. അപ്പം ഉറപ്പായിട്ടും എല്ലാ ഗാനങ്ങൾക്കും കൈയടി നമുക്ക് അടിച്ചു പൊളിക്കാനായിട്ട്. ഓക്കെ, പോവാം. അപ്പൊ നെക്സ്റ്റ് ഒരു സോങ് നമ്മുടെ ഇന്ത്യയെ കുറിച്ചുള്ള ഗാനം, ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒപ്പം തന്നെ ഹിന്ദി ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും. सुनो गौर से दुनिया वालों, पूरी नस्ल ना हम पे डालो डालो डालो. सुनो गौर से दुनिया वालों, पूरी नस्ल ना हम पे डालो. चाहे जितना सोन लगा लो, सबसे आगे हो गए हिंदुस्तानी हिंदुस्तानी. सुनो गौर से दुनिया वालों, पूरी नस्ल ना हम पे डालो. चाहे जितना सोन लगा लो, सबसे आगे हो गए हिंदुस्तानी हिंदुस्तानी. हमने कहा है കമലദളം കവിളിണയിൽ സിന്ദൂരം നടന്നാൽ പുലരി മഴ
ടൊവിനോ നായകനായി ഏറ്റവും പുതിയ മലയാള ചിത്രമൊന്നായി മാറി നരിവേട്ട എന്ന മലയാള സിനിമ പുറത്തിറങ്ങിയ കാലം അമ്മയുടെ കൂട്ടുകാരി ദീപ ചേച്ചി. നമുക്ക് ഇനി അങ്ങോട്ട് നടക്കുന്നവരും കുറെ സ്റ്റേജുകളുണ്ട്. ഈ സ്റ്റേജിലെ 2-3 പാട്ട് പാടുന്നൊക്കെ കേട്ടു. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിൽ എന്താ പരിപാടി നോക്കാം. അല്ല അംശു, അടുത്ത സ്റ്റേജിൽ നടക്കുകയാണ് കേട്ടാ. ഇനി ഫുള്ള് നടത്തിയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല, നല്ല തിരക്കാവും. ഉറുമി തുറന്നുണ്ട്. ഇപ്പൊ മുത്തച്ഛന്റെ കട ഇവിടെയാണ്, പക്ഷെ തുറന്നിട്ടില്ല. ജിജാനപ്പുറത്ത് രസല്ലേ? Wow, look at this. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി. ഇടയില് ജാനുവിനൊരു സൈഡ് വലിവ് വന്നു. അപ്പുറത്ത് കളിപ്പാട്ടം വിൽക്കണണ്ടപ്പോ കണ്ട നേരം കൊണ്ടലായി മിന്നലായി. അവിടെ നിന്നിട്ട് ഐസ്ക്രീമാ അങ്ങോട്ട് വലിക്കില്ല ഇങ്ങോട്ട്. ജാനുവിന് ഓരോ സ്ഥലത്തുമ്പോ ഓരോ വലിവ് വരുന്നുണ്ട്. ഒരു സൈഡിക്ക് അങ്ങോട്ട്, ഒരു സൈഡിക്ക് ഇങ്ങോട്ട്. കളിപ്പാട്ടം കാണുമ്പോ അങ്ങോട്ട് ഓരോ സൈഡ് വലിവ് വരുന്നുണ്ട്. അപ്പുറത്തും അതെ. പിന്നെ പ്രശ്നക്കാരല്ല കേട്ടാ നമ്മുടെ പിള്ളേര്. അവിടെ നിന്ന് വാങ്ങാം ഇവിടെ നിന്ന് വാങ്ങാന്നൊക്കെ പറഞ്ഞാ ഒക്കെയാണ്, പ്രശ്നമില്ല. വേണ്ടാന്ന് പറഞ്ഞാലും ഒക്കെയാണ്. കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, കാണാതെ എന്ന തോന്നലായി, കണ്ടിട്ടും പോരാകായി. ആ പാട്ട് ഇവിടെ ഉണ്ടല്ലോ. ഇനി എന്തോ പരിപാടി ഉണ്ടല്ലോ. അങ്ങടല്ലേ? അങ്ങടല്ല, ഇവിടെ നിന്നെ ശരിയാക്കൂട്ടെ. നിങ്ങളുടെ നംശി പറയണ അച്ഛനും ഉണ്ടെന്ന്. അയ്യോ ജാനു, സൈഡ് വലിവ് ഭയങ്കര കുന്തൽ ആൾക്കാരെ വരുള്ളൂ. സ്കൂളിലെ 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആണ്. ഓക്കെ, മണിച്ചേട്ടന്റെ ഒരു 2 പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നീ നേരത്തെ വായിച്ചതിലോ അല്ലെങ്കിൽ നിനക്ക് അറിയുന്ന ഏതെങ്കിലും ഒന്ന് മണിച്ചേട്ടൻ ഫാൻസിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ റോട്ടിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് ഒതുങ്ങി നിൽക്കാവോ? പ്ലീസ്. കാണാൻ പറ്റുന്നില്ല. ഒക്കെ അതിലൂടെ പോകും.
ജാനുവിന്റെ സൈഡ് വലിവ് ഞാൻ ശരിയാകും. കല്യാണിന്റെ അവിടെ കഴിഞ്ഞു. രംഗീലയുടെ അവിടെ രംഗീല പോന്നാ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. നെല്ലിക്കയിലെ കരോട്ടി കണ്ണുകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷിക്കും ആരോഗ്യകരമായ ജീവിതത്തിനും നെല്ലിക്ക സംഭാരം ഒരു ശീലമാക്കും. അമ്മയെ കൂട്ടുകാരിനെ കിട്ടി, അമ്മ പോയി. പഞ്ഞിമിഠായി വാങ്ങാൻ കയറിയേക്കാം. കാണിച്ചേ. പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മലുകൾ കാണാനില്ല. കമ്മലക്കട. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫാമിലി വന്ന് സംസാരിച്ചു. ആ കുട്ടി മുമ്പിൽ ഓടി. ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. കരിമ്പിൻ നീരും കൊടുക്കുകയും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അനേകം ഔഷധ ഗുണങ്ങളുള്ള കരിമ്പിൻ ജ്യൂസ്. പള്ളിയെത്താറായി മക്കളെ, പള്ളിയെത്താറോ. മൈലാഞ്ചൊക്കെ ഞാൻ തന്നെ ഇട്ടോളാം ചേട്ടാ. കുഴപ്പമില്ല. ബാക്കിൽ വേറെ മാജിക് നടക്കുന്നുണ്ട്. പ്രശ്നം വേണ്ടോ അത് കിട്ടിപ്പോയി. അമ്മലുകൾ വാങ്ങാം നമുക്ക്.
അവര് പള്ളിയുടെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കയറിയിട്ട് പോവാം. പ്രദർശനവും വിപണനവും എക്സിബിഷൻ ഹോൾ. കമ്മല് കമ്മല് കമ്മല്. ആ മതി. പ്രവേശനം തിരിച്ചും സൗകര്യം. വയനാട് മഹാമേള എക്സിബിഷൻ ആൻഡ് മെഗാസെയിൽ പ്രദർശനവും വിപണനവും തികച്ചും സൗജന്യം. നമ്മള് ഇതില് നോക്കിയേ എന്നിട്ടാന്ന് നോക്കിയേ. ഇനി അങ്ങോട്ട് കൊറേ കടയുണ്ട്, നമുക്ക് നോക്കാം. ബാ, ഈ പൊട്ടിക്കണ സാധനം വാങ്ങിച്ചോ, അതാ നല്ലത്. ഓ, ഒരെണ്ണം ഉറപ്പിക്കില്ല. അവിടെ നോട്ട് നോക്കിയോണ്ട് നടക്കണ്ടോ? എന്താ സാധനം എന്ന് പറ. അതെ പറഞ്ഞു. ഇത് ബ്ലൂ കറന്റ് അങ്ങനെ എന്നിട്ടാണില്ല, അതുണ്ടാ? അത് മതി. ആരവിടെ? അയ്യോ, ആൾക്കാർ പോയിട്ട് കരയ്യ. ആൾക്കാർ കരയായി കയറിയിട്ട്. ഇങ്ങനെയുണ്ട്. താഴെ പോവാണ്ട് നോക്കിക്കോളൂ. രാജേട്ടന്റെ സൗണ്ട് പോകുന്നാണ് രാജേട്ടൻ പറയണേ. പാടാനുള്ള സൗണ്ട് പോകുന്നു. പ്രശാന്തേട്ടനും സൗണ്ട് പോകും. രണ്ടുപേരും ഗായകരായതുകൊണ്ട് ഇവർക്ക് വേണ്ടെന്ന് പറയണേ. നമുക്ക് കഴിക്കാം. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സൗണ്ട് ഉള്ളതുകൊണ്ട് ഇതിന് പോയാലും കുഴപ്പമില്ല. അയ്യോ, നിർത്തിക്കൊന്നാ കഴിക്കണേ. ഞാനിപ്പോ തൽക്കാലം ഇതുകൊണ്ട് വിഷമം തീർക്ക്. കളിപ്പാട്ടം നമ്മള് വാങ്ങണില്ല. പോണ വഴിക്ക് ഒരു ബജ്ജി വേണേ വാങ്ങാം. സരിതാന്റിയുടെ അവിടെ 50 രൂപയുടെ സാധനം ഇവിടെ 100-300 രൂപ പറയണത്. സരിതാന്റിയുടെ അവിടെ നിന്ന് വാങ്ങാം. ആഘോഷിക്കുക, ആർമാദിക്കുക, ആറാട്ടുക. സഹോദരയുടെ അമൃതനാടിനോടനുബന്ധിച്ച് ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷനും യൂത്ത് വിംഗും ചേർന്ന് തിരിച്ചു പോവാണ്. തെണ്ടി തിരിഞ്ഞ് നടന്ന് കുറച്ച് കമ്മല് വാങ്ങിച്ചു, ബജ്ജി വാങ്ങിച്ചു, ഐസ്ക്രീം വാങ്ങിച്ചു. കുറച്ച് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരെ കണ്ടു, സന്തോഷം. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. തിരിച്ച് നടക്കാണ്. ഇനി കാറിൽ കയറി വീട്ടിൽ പോണതേ. പട ബാക്കി കൂടെ ഉണ്ട്. അമ്മ സുബിതേച്ചരുടെ കൂടെ കുറച്ചേരം കൂടി നിന്നിട്ടാ വരുള്ളൂ. പോവല്ലോ അംശു? അയ്യോ, വയറ് നിറഞ്ഞ ഏമ്പൊക്കെ വരെ വന്നു. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം. ഡാഷേട്ടാണ് ബാക്കിൽ തന്നെ ഉണ്ട്. പ്രശാന്തന്റെ ഫ്രണ്ടിലുണ്ട്. ജാനു 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 നടന്നേ നടന്നേ നടക്ക് നടക്ക്. ഞാൻ അച്ഛന് തണ്ടൽ വേനയാവും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടിയോട് ഇനി ചാലക്കുടി വരുമ്പോ എപ്പോഴെങ്കിലും കാണാന്ന് പറഞ്ഞേ. ആ കൊച്ചിനിപ്പൊ കണ്ടോ? കുട്ടി വരെ ചേച്ചി പറഞ്ഞില്ലേ അന്ന് ചാലക്കുടി വെച്ച് എന്തെങ്കിലും കാണാന്ന്. ഇപ്പൊ കണ്ടില്ലേന്ന്. കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ കാണാൻ പറ്റി. എത്ര മണിയാടാ? 10 മണി കഴിഞ്ഞു. ഒന്നോ ശരിയാ, ഹെലികോപ്റ്റർ പറക്കണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വണ്ടി കിടക്കണ സ്ഥലം എത്താറായിട്ടുണ്ട്. നടന്നു 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 പാടാക്കി. ഞാനും അവിടെ കോട്ടയുണ്ട്, അങ്ങോട്ട് കിടക്കുക. അയ്യോ,
വയ്യ മക്കളെ, എൻ്റെ കോലം നോക്കിയ പ്രാന്തത്തി. വണ്ടി കിടക്കുന്ന സ്ഥലത്തി ഞങ്ങൾ വണ്ടി കയറി വീട്ടിൽ പോട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പള്ളിപ്പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു ഗൈസ്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച കമ്മലുകൾ കേട്ടോ. പെരുന്നാളിന് പോയിട്ട് വാങ്ങിച്ച കമ്മൽ. ഇത് 2 ഒരുപോലത്തെ വാങ്ങിച്ചത് ഞാഞ്ചാ. ഇതല്ലല്ലോ റൗണ്ട് ഉണ്ടല്ലോ. 2 ഒരുപോലത്തെ വാങ്ങിച്ചത്. എൻ്റെ ഈ സെയിം കമ്മൽ എൻ്റെ കയ്യിൽ കുറേ നാൾ ഞാൻ ഇട്ടുകൊണ്ട് നടന്നിരുന്നു. അത് പിന്നെ കല്ല് പോയിട്ടാണ് ഉപേക്ഷിച്ചത്. സ്ഥിരം ഇടാനായിട്ട് എനിക്ക് ഇങ്ങനത്തെ കമ്മൽ ഭയങ്കര ഇഷ്ടമായി കളറ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരാൾ എന്നോട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ ഞാൻ പറയണില്ലേ, അവർക്ക് വേണ്ടി വാങ്ങിച്ചത്. അതിൻ്റെ ഗ്രീൻ കല്ലും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് സാധാരണ ജീൻസിൻ്റെ ടോപ്പുകളുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. ജാനുവിന് ഇടാൻ പറ്റും. അങ്ങനത്തെ കമ്മലുകൾ ഇതൊക്കെ 50 30 ഉള്ളൂ കേട്ടോ. ഇതിനൊക്കെ 50 ഉള്ളൂ. ഈ സ്റ്റഡുകൾ ഉള്ളതിനൊക്കെ 50 ഉള്ളൂ. നമ്മുടെ മാക്സിൽ പോയാൽ പോലും 199 രൂപ കൊടുക്കണ്ടേ.